ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ താൻ സന്തുഷ്ടനല്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമെന്നൊരു പ്രതികരണം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് വരികയാണ്. അമേരിക്കയ്ക്ക് അസ്വാരസ്യമുള്ളത് ഇന്ത്യക്ക് ബോധ്യമുണ്ട് എന്നതാണ് ആ പ്രതികരണം. തന്നെ സന്തോഷിപ്പിക്കുകയാണ് വേണ്ടത് എന്നുകൂടി ട്രംപ് പറയുന്നുണ്ട്. ഇന്ത്യക്ക് കൂടുതൽ തീരുവ എന്നൊരു മുന്നറിയിപ്പ് കൂടി ഫ്രണ്ടിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. Modi's a very good man. Yes. He's a good guy. He knew I was not happy, and it was important to make me happy. They do trade. Yeah. And we can raise tariffs on them very quickly, and it would be People are very afraid bad of that. for them. All of us say you told me you weren't very thrilled. And I'll tell you something, the Russian economy is lousy, but what's really lousy is the Venezuelan economy. The Venezuelan economy is, I think, the worst economy I've ever seen. If you look at inflation, things are doubling every day. Stolen blood. It's a disaster. We got to fix the country fast. ലോകത്ത് തന്നെ എണ്ണയുടെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിൽ ഒന്നാണ് വെനസ്വേല. വെനസ്വേലയെ അമേരിക്ക എങ്ങനെ ലക്ഷ്യമിടുന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഹ്യൂഗോ ഷാവേസിന്റെ കാലത്ത് നേരിട്ട് അമേരിക്കയെ വെല്ലുവിളിക്കുന്നു. ഒരു ചെറിയ രാജ്യം ഒരു വലിയ രാഷ്ട്രത്തെ വെല്ലുവിളിക്കുന്നത് അതിൻ്റെ രാഷ്ട്രീയമാനങ്ങൾ ലോകമാകെ ചർച്ച ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ മഡുറോയ്ക്കെതിരെ പലവിധ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ടൊക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ ട്രംപിൻ്റെ എണ്ണയുമായി ബന്ധപ്പെട്ട പ്രതികരണം ഇന്ത്യയുമായി ബന്ധപ്പെടുത്തി വന്നത് എങ്കിലും വെനസ്വേലൻ രാഷ്ട്രീയ സാഹചര്യം നിൽക്കുമ്പോൾ വെനസ്വേലയിൽ എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്ന വലിയ ആകാംക്ഷ ലോകത്തിന് ആകെയുണ്ട്. ഡി പ്രമേഷ് കുമാർ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട് വിശകലനങ്ങളുമായി. പ്രമേഷ്, ഇപ്പോൾ ഒരു രാജ്യത്തേക്ക് കടന്നു കയറുക, അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയും പിടിച്ചുകൊണ്ട് പോകുക, കയ്യാൻ വയ്ക്കുക, എന്നിട്ട് വിചാരണ ചെയ്യുക സാധാരണ നിലയിൽ നടപ്പുള്ള ഒന്നല്ല. മാത്രമല്ല വെനസ്വേല എന്നത് വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു രാഷ്ട്രമാണ്. അവിടെ ചങ്കുറപ്പോടുകൂടി അമേരിക്കയെ വെല്ലുവിളിച്ച സ്വേച്ഛാ വാഴ്ചയ്ക്കെതിരെ പോരാട്ടം എന്ന ലൈനിൽ ലോകം കൊട്ടിഘോഷിച്ചൊരു പ്രസിഡന്റായിരുന്നതിൻ്റെ തുടർച്ചയായി വന്നയാളെയാണ് അവിടെ പോയി പിടിച്ചുകൊണ്ട് പോയത്. അതെങ്ങനെ സാധ്യമാകുന്നു? ഇനി എന്തായിരിക്കും സംഭവിക്കുക? നമുക്കിപ്പോൾ നേരത്തെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെതിരെ ഇപ്പോൾ ട്രംപ് നേരത്തെ തന്നെ അദ്ദേഹം ആ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് വിഷയം. ഈ ആഗോള എണ്ണയാണ് വിഷയം. അദ്ദേഹത്തിൻ്റെ കണ്ണും എണ്ണയിലാണ്. അത് വെനസ്വേലയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് നേരത്തെ തന്നെ അത്തരം അനാലിസിസൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ. ഇപ്പോൾ ഈ വെനസ്വേല എന്ന രാജ്യം ഏതാണ്ട് 30,000 ബാരൽ എണ്ണ ശേഖരമുള്ള രാജ്യമാണ്. ഏതാണ്ട് 18% എണ്ണ ശേഖരമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രകൃതിവാതകം, മറ്റ് ധാതു ലോഹങ്ങൾ, ഇവിടെയൊക്കെ വലിയ ഒരു ശേഖരമുള്ള രാജ്യമാണ്. അതെ, അത് പൂർണ്ണമായിട്ടും അവർ അവിടെ കുഴിച്ചെടുക്കുന്നില്ല. പിന്നെ ഖനനം അത്ര പൂർണ്ണതയിൽ മാത്രമല്ല, അവിടെ എല്ലാം അവർ ദേശസാൽക്കരിച്ചതല്ല. മുമ്പ് ഈ ഷാവേസിന് മുമ്പായിട്ട് അത് അമേരിക്കൻ കോർപ്പറേറ്റുകൾക്കും പല സ്ഥാപനങ്ങൾക്കും അവിടെ നിക്ഷേപം ഉണ്ടായിരുന്നു. ഷാവേസിൻ്റെ കാലം മുതൽ 99 മുതൽ അവിടെ ദേശസാൽക്കരിച്ചു. പൊതുമേഖലയിലാണ് ഈ ഖനനമൊക്കെ. അതാണ് പ്രധാനമായിട്ടും അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരായി വരുന്ന ഒരു പ്രധാന കാര്യം. ഇത് ശരിക്കും വെനസ്വേലയുടെ ഈ എണ്ണശേഖരം ലക്ഷ്യമാക്കിയിട്ടാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ നമുക്കറിയാം. ഒന്ന് ഈ പറഞ്ഞ എണ്ണശേഖരം, മറ്റൊന്ന് രാഷ്ട്രീയമായി ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, വെനസ്വേല ഉൾപ്പെടെ, വെനസ്വേലയിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന രാജ്യങ്ങൾ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് പലപ്പോഴും രാഷ്ട്രീയമായിട്ടും നയപരമായിട്ടും നയതന്ത്രപരമായിട്ടും ഒക്കെ സ്വീകരിക്കുന്നത്. അത് അമേരിക്കയുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ട്രംപിൻ്റെ 2ാം വരവിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വരവിൽ തന്നെ അദ്ദേഹം ചില സൂചനകൾ നൽകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2ാം വരവിൽ വളരെ പ്രത്യേകിച്ച് വെനസ്വേലൻ ഭരണാധികാരിയെ പേരെടുത്തു പറഞ്ഞ് നേരത്തെ തന്നെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിന് ഉണ്ടാക്കിയ ഒരു മറയാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ മയക്കുമരുന്ന് കടത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം കൂടി എളുപ്പമാക്കി. അതെ. പിന്നെ ഇന്ന് വന്ന പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് സ്വാഭാവികമായിട്ടും മയക്കുമരുന്ന് കടത്ത് അമേരിക്കയിലേക്ക്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഈ വെനസ്വേലൻ തീരം വഴി ഏതാണ്ട് വളരെ നാമമാത്രമായ കടത്തു മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ, ഈ വെനസ്വേലൻ ഭാഗത്തുകൂടി. എന്ന് മാത്രമല്ല, അമേരിക്കയിലെ ജയിലുകളിൽ തടവിൽ കഴിയുന്ന ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഏതാണ്ട് 87% പേര് അമേരിക്കക്കാരാണ്, ലാറ്റിൻ അമേരിക്കൻകാരല്ല. അവിടെ പിടിയിലാകുന്നു പോലും. അപ്പോൾ അതുകൊണ്ട് ഈ പുകമറ പൂർണ്ണമായും വിശ്വാസയോഗ്യമല്ല. അത് ലോക ജനതയെ ആ തരത്തിൽ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയും അമേരിക്ക കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കൺവിൻസ് ചെയ്യുകയാണ് എങ്കിൽ പോലും ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ പിടികൂടി കൊണ്ടുപോവുക എന്നത് സാധാരണയിൽ സാധ്യമായ ഒന്നേ അല്ലല്ലോ. അപ്പോൾ എന്താണ് ഇനി? വെനസ്വേല അമേരിക്കൻ നിയന്ത്രണത്തിലാവും? അമേരിക്കയുടെ ഒരു കോളനി സ്വഭാവത്തിലേക്ക് മാറും? അതോ അവിടെ പുതിയ സർക്കാർ വരുമോ? എന്താണ് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷം? ഇവിടെ ഇപ്പോൾ നമ്മളെല്ലാം കണ്ടല്ലോ ഈ അമേരിക്കയുടെ ഈ നടപടിയെ ലോക ജനതയൊക്കെ തന്നെ പല രാഷ്ട്രങ്ങളും
ഇതിന് മാർപ്പാപ്പ പോലും ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തെ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും തന്നെ അപലപിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്കെല്ലാം അറിയാം, ഇത് ശരിക്കും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന് വളരെ വിരുദ്ധമാണ്. മറ്റൊരു പരമാധികാര രാഷ്ട്രത്തിൽ കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെ ബലം പ്രയോഗിച്ച് നിഷ്കാസനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ്. അമേരിക്ക ഇത്തരം അട്ടിമറി ശ്രമങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട്. ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അമേരിക്കയുടെ താല്പര്യം എന്ന് പറയുന്നത് അത് വളരെ ചരിത്രപരമായ ഒന്നാണ്. നമുക്ക് ശരിക്കും മൺട്രോ സിദ്ധാന്തം എന്ന പേരിലൊക്കെ അന്താരാഷ്ട്ര ഈ നയതന്ത്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഒക്കെ ഉയർന്നു വരുന്ന ഒരു സിദ്ധാന്തമാണ്. ജെയിംസ് മൺട്രോ എന്ന് പറയുന്ന 1824 അമേരിക്കൻ പ്രസിഡന്റ് ആവിഷ്കരിച്ച ഒരു സിദ്ധാന്തമാണ്. ആ ഹെമിസ്ഫിയറിൽ ഏതാണ്ട് പശ്ചിമാർദ്ധ ഗോളത്തിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രമേ നടപ്പാവൂ, അല്ലെ യൂറോപ്യൻ മറ്റ് രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ പാടില്ല എന്നുള്ള അവിടെ മറ്റ് വിദേശ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. ഇതിനകത്ത് മറ്റൊരു കാരണങ്ങളുള്ളത് ചൈനയുടെ ഈ വെനസ്വേലയിലെ നിക്ഷേപങ്ങളും ചൈനയുമായിട്ടുള്ള മൺട്രോ സിദ്ധാന്തത്തിന്റെ സ്ഥാപനമാണ് ഇത് എന്നൊക്കെ ശരിക്കും ഇന്ന് പല നിരീക്ഷണങ്ങളൊക്കെ ആഗോളതലത്തിലെ സാഹചര്യങ്ങളെല്ലാം പ്രധാനമാകുന്നുണ്ട്. അമേരിക്കയുടെ അവിടുത്തെ അധിനിവേശത്തിന് ലോകത്തിന്റെ ഇപ്പോഴത്തെ ലോകക്രമത്തിന് ചേരുന്നതല്ല. നേരത്തെ ഇത്തരം അധിനിവേശങ്ങൾ, കോളനിവൽക്കരണം, ആധിപത്യ സ്ഥാപിക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമീപകാലത്ത് ഒരു 5 പതിറ്റാണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാം. ആ കാലത്തിനിടയിൽ വളരെ അപൂർവമായാണ് ഇത്തരം ഓപ്പറേഷനുകൾ നടന്നിട്ടുള്ളത്. അത്തരത്തിൽ ഒന്നാണ് അമേരിക്കയുടെ ഭാഗത്ത് ലോകം പൊതുവിൽ ഇപ്പോഴത്തെ ലോകക്രമത്തിൽ സമാധാനപൂർവ്വമായി മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത